40 CRPF ജവാന്മാർ വീരമൃത്യു വരിച്ച പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഹംസ ബുർഹാനെ അജ്ഞാതൻ വെടിവെച്ചു കൊന്നു. വെടിയേറ്റത് പാക് അധീന കശ്മീരിലെ മുസാഫറാബാദിൽ വെച്ച്. ജമ്മു കശ്മീരിൽ യുവാക്കളെ ഭീകരവാദത്തിന് റിക്രൂട്ട് ചെയ്ത കേസുകളിലും പ്രതി. പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലുമായി 2023 ശേഷം അജ്ഞാതർ വെടിവെച്ചു കൊന്നത് 50-ലധികം ഭീകരരെ. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ പാർലമെന്ററി സമിതിക്ക് മുന്നിൽ വീഴ്ച സമ്മതിച്ച നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പരീക്ഷയുടെ വിശ്വാസ്യതയെ ബാധിച്ചെന്നും NTA അതൃപ്തി അറിയിച്ച് പാർലമെന്ററി സമിതി. കൂടുതൽ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ നിർദ്ദേശം. എറണാകുളം മലയിടം തുരുത്തിലെ കുടിയൊഴിപ്പിക്കലിൽ കർശന നിർദ്ദേശം നൽകി പെരുമ്പാവൂർ മുൻസിഫ് കോടതി. മറ്റന്നാൾ കുടിയൊഴിപ്പിക്കൽ പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകണം. ആലുവ റൂറൽ പോലീസ് മേധാവി സുരക്ഷ ഉറപ്പാക്കണം. കഴിഞ്ഞ ദിവസത്തെ പോലീസ് നടപടികളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നിർദ്ദേശം. പ്രതിഷേധം ഏറ്റെടുത്ത് CPM. നിയമസഭയിലെ സത്യപ്രതിജ്ഞയിലും പേരിന്റെ പൂർണ്ണരൂപം ആവർത്തിച്ച് VD സതീശൻ. പിണറായി വിജയന് കൈകൊടുത്ത് TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും. G സുധാകരന് ചിരിച്ച് കൈകൊടുത്ത് പിണറായി വിജയൻ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി സ്പീക്കർ സ്ഥാനത്തേക്ക് ത്രികോണ മത്സരം. NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ചാത്തന്നൂർ MLA BB ഗോപകുമാർ. CPM കേന്ദ്ര കമ്മിറ്റി യോഗം നാളെ മുതൽ ഡൽഹിയിൽ. തെരഞ്ഞെടുപ്പ് പരാജയം ചർച്ചയാകും. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കുന്ന കാര്യത്തിൽ പുനരാലോചനയില്ലെന്ന് MV ഗോവിന്ദൻ. പിണറായിക്ക് പിന്തുണയുമായി EP ജയരാജൻ. സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങൾ പാർട്ടിക്കാരുടെ തലയിൽ വെക്കേണ്ടെന്നും പിണറായി വിജയന്റെ ജനപിന്തുണ കുറഞ്ഞിട്ടില്ലെന്നും EP. സോഷ്യൽ മീഡിയയിൽ തരംഗമായ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ X അക്കൗണ്ട് മരവിപ്പിച്ചു. പ്രതീക്ഷിച്ചത് സംഭവിച്ചെന്ന് സ്ഥാപകൻ അഭിജിത് ദീപ്കെ. പിന്നാലെ പുതിയ X അക്കൗണ്ട് തുറന്നു. ഇൻസ്റ്റയിൽ ഫോളോവേഴ്സിന്റെ എണ്ണം BJP കോൺഗ്രസ് ഹാൻഡിലുകളെ മറികടന്നു. പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികളുടെ പരോളിൽ അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ട ആഭ്യന്തരമന്ത്രി. റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടിയെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. തീരുമാനം കുടുംബത്തിന്റെ ആവശ്യം കൂടി പരിഗണിച്ച്. IPL-ൽ ഗുജറാത്തിനെതിരെ ചെന്നൈക്ക് 230 റൺസ് വിജയലക്ഷ്യം. 84 റൺസ് എടുത്ത സായി സുദർശൻ ടോപ്പ് സ്കോറർ. അർദ്ധ സെഞ്ചുറി തികച്ച് ശുഭ്മാൻ ഗില്ലും ജോസ് ബട്ട്ലറും. ചെന്നൈക്ക് ഇന്ന് നിർണായകം. തോറ്റാൽ പുറത്ത്. ISL കിരീടം ഈസ്റ്റ് ബംഗാളിന്. അവസാന മത്സരത്തിൽ ഇന്റർകാശിയെ തോൽപ്പിച്ചു. മോഡലിംഗിന്റെ മറവിലുള്ള സെക്സ് റാക്കറ്റ് കേസിലെ മുഖ്യപ്രതി സിന്ധുവിനെതിരെ കൂടുതൽ തെളിവുകൾ. ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധം. പരാതിക്കാരിയെ മയക്കുമരുന്ന് നൽകി കൂട്ടബലാത്സംഗത്തിനിടയാക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത് സിന്ധുവെന്നും പോലീസ്. ജൂൺ 4 വരെ റിമാൻഡ് ചെയ്തു. കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. സ്റ്റോറി ഓഫ് ദി ഡേ. വിജയത്തിന്റെ പച്ചപ്പിൽ മൂവർ സംഘം.